ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് ഈ സിനിമ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സിനിമ മോശമാണെന്നല്ല. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സിനിമ നല്ലതും ആവണമെന്നില്ല. ഞാൻ എൻ്റെ റിവ്യൂവിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പറയുകയാണ്, ഓരോ ആളുകൾക്കും അവരുടേതായ ടേസ്റ്റ് ലോകത്തുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് നമുക്കൊരിക്കലും മുൻകൂർ വിധിയോടുകൂടി പറയാൻ പറ്റില്ല. ഈ സിനിമ മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് എൻ്റെ മാത്രം കണ്ണിലൂടെ, എൻ്റെ മാത്രം കാഴ്ചപ്പാടിലൂടെ നോക്കി കാണുമ്പോഴാണ് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടാത്ത സ്വാഭാവികം. എന്ന് വെച്ചാൽ സിനിമ മോശമാവണമെന്നില്ല. അപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സിനിമയെ കുറിച്ച് വലിയ വീഡിയോ ഒന്നും ഇല്ലാത്ത, എന്നാൽ മില്യൺസ് വ്യൂവേഴ്സും അതുപോലെ സബ്സ്ക്രൈബും ഉള്ള യൂട്യൂബേഴ്സ് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ വന്നിരുന്ന് ആ സിനിമയെ വിലയിരുത്തുമ്പോൾ, നിങ്ങൾക്ക് ആ സിനിമ കാണാൻ പോകണമെങ്കിൽ ഇതുപോലുള്ള ആളുകളുടെ ഒപ്പീനിയൻ എടുക്കരുത്. എന്നെ കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അവരുടെ ടേസ്റ്റ് ആവില്ല നിങ്ങൾക്ക്. ഇപ്പോൾ ആ ഒരു റിവ്യൂ പറയുന്ന ആൾക്ക് ചിലപ്പോൾ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണമാവും ഇഷ്ടം, അതിന് നിങ്ങൾക്കത് ഇഷ്ടമാകുമോ? ഇപ്പം ഞാൻ ബിരിയാണി എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമല്ല, എനിക്ക് ബിരിയാണി വെറുപ്പാണ്, അത് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബിരിയാണി തിന്നാണ്ടിരിക്കുമോ? ബിരിയാണി ഇഷ്ടമുള്ള ഒരാൾ തിന്നില്ലേ? അപ്പോൾ ഞാൻ എത്രയൊക്കെ വേണ്ട പറഞ്ഞാലും. അപ്പോൾ ഈ ലോകത്ത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ടേസ്റ്റ് എല്ലാം വേറെയാണ്. അപ്പോൾ നിങ്ങളൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കാണണമെന്ന് താല്പര്യം പോയി കാണുക, സ്വയം വിലയിരുത്തുക. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ, അഭിപ്രായം, ഇതെല്ലാം ഇതുപോലുള്ള റിവ്യൂ നോക്കി ആ ഒരു സിനിമയെ വിലയിരുത്താണ്ടിരിക്കുക. പോയി കാണുക, നിങ്ങളുടേതായ അഭിപ്രായം രേഖപ്പെടുത്തുക.